കൊണ്ട് ലോകമെങ്ങും ഈ സുവിശേഷം എത്തിക്കാൻ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിനെന്ന അവിടുത്തെ വലിയ ആഹ്വാനം എത്തിക്കാൻ നമുക്ക് സാധിക്കും. പുതിയ തലമുറയിലേക്ക് കടന്നു വരുന്ന കുട്ടികളുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങൾ അതീവ ശ്രദ്ധ എല്ലാ കാലത്തേക്കാൾ കൂടുതലായിട്ട് നമുക്കുണ്ടായിരിക്കണം. ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണെന്നറിയാം. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് മിഷൻ ലീഗിൻ്റെ എല്ലാ മേഖലകളിലും സംവിധാനങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ആധുനിക വളർന്നു വന്ന നൂതനമായ മാധ്യമ സംസ്കാരം കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും സ്വാധീനിക്കുമ്പോൾ അവിടെ ദൈവസ്നേഹത്തിൻ്റെ ചൈതന്യത്താൽ അവരെ ശക്തിപ്പെടുത്താൻ പ്രത്യേകമായിട്ട് ഈ മിഷൻ ലീഗിന് നിങ്ങളുടെ ചർച്ചകളിൽ എല്ലാം സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നമുക്ക് കൂടുതൽ തീഷ്ണതയോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ട് അടുത്ത തലമുറയെ കൈപിടിച്ച് നടത്തുമ്പോൾ ധാരാളം ദൈവവിളികൾ ഏറ്റവും പരിമിതമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവിളികൾ വർദ്ധിക്കുന്നതിന് ഈ മിഷൻ ലീഗിൻ്റെ പ്രവർത്തനം മിഷണറിമാർക്ക് ജന്മം നൽകുന്നതിന് ഇതിന് സാധിച്ചു എന്ന് നമുക്ക് എപ്പോഴും ഓർക്കാം. തീഷ്ണതയോടുകൂടെ നമ്മളുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാം. ഓരോ മിഷൻ ചൈതന്യം എപ്പോഴും ഉണ്ടാകുമ്പോൾ അതൊരിക്കലും മരിക്കുകയില്ല. എൻ്റെ ചാച്ചൻ 94-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. 83-ാമത്തെ വയസ്സിലൊന്ന് വീണു കഴിഞ്ഞ ശേഷം പിന്നീട് അദ്ദേഹം മരണം വരെയുള്ള 10 വർഷത്തിലധികം വിശ്രമ ജീവിതത്തിലായിരുന്നപ്പോൾ ജപമാല ഉണ്ടാക്കുകയായിരുന്നു. അത് ഉണ്ടാക്കി സൗജന്യമായിട്ട് കണ്ടുമുട്ടുന്ന എല്ലാവർക്കും വിതരണം ചെയ്യുകയായിരുന്നു ചാച്ചൻ്റെ വിശ്രമ ജീവിതകാലം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും മടുപ്പുണ്ടായിരുന്നില്ല. മരിക്കുന്നതിന് 1 മാസം മുമ്പ് വരെ ആ ജപമാല അദ്ദേഹം ഉണ്ടാക്കി എനിക്ക് ധാരാളം തരും, അവിടെ വരുന്ന എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അതായത് ഒരു മിഷൻ ലീഗിൻ്റെ പ്രവർത്തകന് മരണം വരെ ഒരു മിഷൻ ലീഗിൻ്റെ പ്രവർത്തകനായിരിക്കും. ആ ചൈതന്യം ഉണ്ടായിരിക്കും. എപ്പോഴും വിശുദ്ധ കൊച്ചു തെരേസ്യയെക്കുറിച്ചും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറെക്കുറിച്ചും എല്ലാം ചാച്ചൻ സംസാരിക്കുമായിരുന്നു കണ്ടുമുട്ടുന്നവരും. അതുകൊണ്ട് എനിക്ക് വളരെ ചെറുപ്പം മുതൽ വിശുദ്ധ കൊച്ചു തെരേസ്യയായിട്ടുള്ള സ്നേഹം എനിക്ക് ലഭിക്കുവാനും അതിപ്പോഴും ആ മിഷൻ ചൈതന്യം എല്ലാവരിലേക്കും എത്തിക്കാൻ ഒരു പ്രേക്ഷിതനായിട്ട് എന്നെ ദൈവം രൂപപ്പെടുത്തിയതും വിശുദ്ധ കൊച്ചു തെരേസ്യയുടെ ആ വലിയ സ്നേഹം എല്ലാവരിലും എത്തിക്കുന്നതിനുള്ള ഒരു പ്രേക്ഷിതനായി എന്നെ മാറ്റിയതും എല്ലാം മിഷൻ ലീഗാണ്. ഈ മിഷൻ ലീഗ് വളരെ ചൈതന്യത്തോടുകൂടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുമ്പോൾ അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ട ജോർജ് അച്ഛൻ കഠിനാധ്വാനം ചെയ്ത് പ്രത്യേകമായിട്ട് ജോർജ് ഈ സമ്മേളനം ഇത്ര മനോഹരമാകാൻ ജോർജ് അച്ഛൻ വളരെയധികം കഷ്ടപ്പെട്ടു. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയുവാൻ സാധിക്കും. എപ്പോഴും ചെറുപ്പമാണെങ്കിലും അദ്ദേഹം ഞങ്ങൾക്കെല്ലാം ഒരു പാഠപുസ്തകമാണ്. ദീർഘനേരം പ്രാർത്ഥിക്കുക, എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കുക, എല്ലാവർക്കും സമ്പന്നനാകുക. അപൂർവ വ്യക്തിത്വങ്ങൾക്ക് അങ്ങനെ സാധിക്കും. അത് ജോർജ് അച്ഛന് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയുള്ള സമ്മാനം നൽകണം. അതിൻ്റെ ആവശ്യമില്ല. അച്ഛൻ സൂചിപ്പിച്ചു, എല്ലായിടത്തും അത് കൊടുക്കേണ്ടി വരും. എങ്കിലും ഒരു സമ്മാനം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്ന ഒരു പേനയാണ്. അതിനുള്ളിലൊരു വിത്തുണ്ട്. അത് ഒരു അംഗവൈകല്യമുള്ള ഒരാൾ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. ഒരു വിത്ത് വെച്ച് ഒരു പേന. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നൽകും. മിഷൻ ലീഗ് ഒരു വിത്തായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞേട്ടൻ, ആ കുഞ്ഞേട്ടനിലൂടെ ആരംഭിച്ച വിത്ത് ഇന്ന് വളർന്ന് വലിയൊരു വടവൃക്ഷമായി. അതുപോലെ നമുക്ക് ചെറിയ വചനങ്ങളിലൂടെ ദൈവത്തെ സ്നേഹിക്കുകയും ആ വചനം വലിയ വടവൃക്ഷമായി തീരാൻ സാധിക്കുകയും ചെയ്യട്ടെ. മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് കടന്നു വന്ന നിങ്ങളെല്ലാം